ഇന്നത്തെ നമ്മുടെ റെസിപ്പി 2 സ്പൂൺ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചിട്ട് എടുക്കണ്ട, ഇതുപോലെ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ, വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതിവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും, ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ ചേർത്താലും മതി, ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഈ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയായിട്ടൊന്ന് വരട്ടെ, നന്നായിട്ടൊന്ന് തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വറുത്തിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് സേമിയ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ സേമിയ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ വറുത്തിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പിൻ്റെ 1/4 ഭാഗത്തോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സേമിയ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. തിന്നായിട്ടുള്ള സേമിയ എടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തിന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ട് വരും കേട്ടോ. അപ്പോൾ തിന്നായിട്ടുള്ള തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് മൊത്തത്തിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ ഇതിനുള്ളത്. ഇനി തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കട്ടിയായിട്ട് വരികയും ചെയ്യും. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തണുത്തിട്ട് വരികയും ചെയ്യും. ഇനിത് ഇതേ രീതിയിൽ ചൂടോട് കൂടിയിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കൂടി തന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂൺ കസ്കസ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ കുതിർത്തിയെടുത്തതാണ്. അതൊരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടി തന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താൽ മതിയാകും. ഞാൻ ഇവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആപ്പിൾ ചേർക്കുമ്പോൾ ചൂടോട് കൂടിയിട്ട് ഒരിക്കലും ചേർക്കരുത്. നല്ല പോലെ തണുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ട് പോകും കേട്ടോ. ചൂടോട് കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്